അവതാരക വാർത്ത വായിക്കുന്നതിനിടെ ഇറാന്റെ ഔദ്യോഗിക ചാനലിന് നേരെ ആക്രമണം നടത്തി ഇസ്രയേൽ. തത്സമയ സംപ്രേഷണത്തിനിടെ IRIB ചാനൽ ആസ്ഥാനത്തിന് നേരെയാണ് മിസൈൽ ആക്രമണമുണ്ടായത്. അവതാരക വാർത്ത വായിക്കുന്നതിനിടെ പിന്നിൽ ആക്രമണമുണ്ടാകുന്നതിന്റെയും പൊടിപടലങ്ങൾ രൂപപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തെഹ്റാനിലെ പ്രധാന കെട്ടിടവും മറ്റ് ഓഫീസുകളും തകർന്നതായും നിരവധി ജീവനക്കാർക്ക് ഗുരുതര പരിക്കേറ്റതായും IRIB വ്യക്തമാക്കി. ഇറാനിലെ ഏറ്റവും ജനപ്രീതിയുള്ള വാർത്താ അവതാരകയായ സഹാർ ഇമാമി വാർത്ത വായിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണമുണ്ടായ ഉടനെ തന്നെ സഹാർ ഇമാമി സീറ്റിൽ നിന്നും എഴുന്നേറ്റ് മാറുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതേസമയം IRIB ചാനൽ സംപ്രേഷണം പുനരാരംഭിച്ചതായും വിവരമുണ്ട്. ഇനിയും ആക്രമിക്കുമെന്ന് ചാനലിന്റെ റിപ്പോർട്ടർ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് സംപ്രേഷണം പുനരാരംഭിച്ചത്. തെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടക്കുന്നതായി ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഇറാൻ തലസ്ഥാനത്ത് നിന്ന് ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് തെഹ്റാനിൽ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ടെല്ലവീവിലെ ജനങ്ങളോട് അവിടം വിട്ട് പോകണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഇസ്രയേലിലെ ഔദ്യോഗിക മാധ്യമങ്ങളെ ആക്രമിക്കുമെന്നും ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയതായി ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെഹ്റാന്റെ വ്യോമപരിധി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്ന് നേരത്തെ ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് തെഹ്റാനിലെ ജനങ്ങളോട് നഗരം വിട്ടു പോകാനും നഗരത്തിലെ ഭരണസിരാ കേന്ദ്രങ്ങൾ ഉടൻ ആക്രമിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്.